ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഫെയിലായിട്ട്. സിൻസ് ദെൻ മൈ ലൈഫ് ഹാസ് ചേഞ്ച്ഡ്. അവരുടെ സ്ട്രഗിൾ കൂടുതലും മെന്റലാണ്, സൈക്കോളജിക്കലാണ്. അപ്പോൾ അതിനെ നമ്മൾ അഡ്രസ് ചെയ്യണം. അവരുടെ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കൊടുക്കണം. അവരുടെ കാര്യങ്ങൾ അവരെ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തെ കാണുന്നില്ല. അപ്പം നോർമലി ഒരു വ്യക്തിക്ക് ഒരു ചോദ്യം ഉണ്ടാകും, ദൈവം റിയൽ ആണോ എന്ന്. നീ റിയൽ ആണെങ്കിൽ നീ നിന്നെ തന്നെ എനിക്ക് വെളിപ്പെടുത്തണം. ദൈവത്തിൻ്റെ ഞാൻ അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളിൽ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളാണ്. ഒരിക്കലും തിരസ്കരിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ദൈവത്തെ അനുഭവിക്കുന്നത്. അതിപ്പോൾ എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. ഈ റിബെല്യൻ വരുന്ന ആ ഭാഗം, ഇസ് ഇറ്റ് ലൈക്ക് എ മാൻ ഈസ് ഗോയിങ് ഫോർ ദ എത്തിസം ഓർ ഹി ഈസ് എ എത്തിസം ലൈക്ക് ഈസ്? യെസ്, അങ്ങനെ ജീവിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി. ദൈവം ഉണ്ടെന്നൊരു മനുഷ്യൻ വിശ്വസിക്കുന്നെങ്കിൽ തെറ്റെല്ലാവരും ചെയ്യും, പക്ഷെങ്കിൽ ഒരു പരിധി കൂടുതലായിരുന്നു. കാരണം ദൈവത്തെ ഭയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വെൽക്കം ടു എപ്പിസോഡ് 2 ലെറ്റ്സ് ടോക്ക് ഫെയ്ത്ത്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളുടെ ലെറ്റ്സ് ടോക്ക് ഫെയ്ത്തിനുള്ള റെസ്പോൺസ് വളരെ പോസിറ്റീവായിട്ട് പല മേഖലയിൽ ഞങ്ങൾക്ക് അതിൻ്റെ റെസ്പോൺസ് കിട്ടി. ഇന്ന് നമ്മുടെ ഈ പോഡ്കാസ്റ്റിൻ്റെ 2ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് എൻ്റെ കൂടെ ആയിരിക്കുന്നത് പാസ്റ്റർ ബ്ലെസൻ അബ്രഹാം, who is from North India. He is currently working in PTL India as a deputy director in church planting since 2008. He is giving leadership to 100 churches, planters and overseas to their works. And also he is a youth pastor, a youth speaker, and also he is giving mentorship to many of the youth leaders. Especially we can see that in upcoming youth leadership, as we know that Rebuild in Kerala, it's most prominent amongst the youth ministry, and he is giving the leadership to that ministry. Welcome, Pastor Blessing Abraham. Thank you. Thank you for being in our podcast today, and we are so blessed to see you and to have a talk with you today. And I believe that those who are listening to us will be blessed, and they will be going to have more insights about what we are going to discuss today. Yeah, I hope so. And ഇന്ന് ഞങ്ങൾ പാസ്റ്ററുമായി സംസാരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആസ് പാസ്റ്റർ ഒരു യൂത്ത് മിനിസ്ട്രി ഫോക്കസ് ചെയ്യുന്ന ഒരു മെൻറ്റർഷിപ്പ് ലീഡ് ചെയ്യുന്ന ഒരു ദേവദാസനാണ്. സോ ഞങ്ങൾ ആ ഒരു മേഖലയിലുള്ള ചോദ്യങ്ങളാണ്, ആസ് എ യൂത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഞാൻ ഇന്ന് പാസ്റ്ററോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഐ ബിലീവ് ദാറ്റ് വി വിൽ ഗെറ്റ് the right and the good ways that how can we deal with that situations for the youths. Man, hope so. Let's have a good time. Yeah, and this is a time that I believe that a lot of the youths പല യവനക്കാർക്കുള്ള ഒരു ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നത് അവരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഇപ്പോൾ ഒത്തിരി മീൻസ് ലിമിറ്റഡ് ഉള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ അവരെ അഡ്രസ്സ് ചെയ്യാൻ. സോ somehow I know that you deal with a lot of the youths, youngsters, not only in Christian believers only, but also non-Christian believers name pastor deal ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാറുണ്ട്. സോ അവരുമായി ഉള്ള ഒരു ചില ഡിസ്കഷൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ സംസാരിക്കുന്നത്. പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ ഞാൻ പാസ്റ്ററോട് ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടി പാസ്റ്ററിനെ പറ്റി ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നെങ്കിൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ് ഫോർ അസ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ഫോർ ഹാവിങ് മീ. ഞാൻ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു 21 years ആയിട്ട് ഞാൻ നോർത്തിൽ വർക്ക് ചെയ്യുന്നു. ബട്ട് ഐ വാസ് ബോൺ ആൻഡ് റേസ്ഡ് ഇൻ എ പെൻഡിക്കോസ്റ്റൽ ഫാമിലി. അപ്പോൾ എൻ്റെ ഒരു ഫാദർ ഒരു പാസ്റ്ററായിരുന്നു. ഞാനിങ്ങനെ പറയും, ഞാനൊരു ഓർത്തഡോക്സ് ട്രഡീഷണൽ പെൻഡിക്കോസ്റ്റൽ ഫാമിലിയിൽ ജനിച്ച് വളർത്തപ്പെട്ട ആളാണ്. അപ്പം അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ട്, എന്നാൽ ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഞാൻ ഓപ്പണായിട്ട് ഇങ്ങനെ പറയുന്നെന്നുള്ളൂ. സോ ദൈവവചനം അറിയേണ്ടതുപോലെ അറിയാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ളൊരു ഡീപ്പർ റിലേഷൻഷിപ്പ്, ഒരു എൻകൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം, തുടങ്ങിയിട്ട് ഇപ്പോൾ അധികം നാളായില്ല, ഒരു 21 വർഷമായിട്ടുള്ളൂ. ആൻഡ് സിൻസ് ദെൻ മൈ ലൈഫ് ഹാസ് ചേഞ്ച്ഡ് ഫോർ എവർ. സോ അതുകൊണ്ടാണ് ഈ യൂത്ത് മിനിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ, യൂത്ത് മിനിസ്ട്രി ചെയ്യേണ്ടത് കൊണ്ട് ചെയ്യുന്നതല്ല, ആ ഒരു ബേർഡൻ നമ്മൾ
സ്ട്രഗിൾ ചെയ്ത ആ അനുഭവങ്ങൾ അതിനേക്കാൾ കൂടുതൽ സ്ട്രഗിൾസാണ് ഇന്നത്തെ യൂത്ത്സിനുള്ളത്. ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മുടെ പാരൻസിൻ്റെയൊക്കെ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ കൂടുതലും ഫിസിക്കലായിരുന്നു. അവർക്ക് ചിലപ്പം പണമില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല. പക്ഷേ ഇന്നത്തെ യൂത്ത്സിന് അതൊന്നും പ്രശ്നമില്ല. പക്ഷേ അവരുടെ സ്ട്രഗിൾ കൂടുതലും മെൻറ്റലാണ്, സൈക്കോളജിക്കലാണ്. അപ്പോൾ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അവരുടെ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കൊടുക്കണം, അവരുടെ കാര്യങ്ങൾ അവരെ നമ്മൾ മനസ്സിലാക്കണം. സോ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇങ്ങനൊരു മിനിസ്ട്രിയിൽ എവിടെയാണെങ്കിലും ആരുടെ കൂടെ ആണെങ്കിലും ഐ ഡസൻ ലുക്ക് ഓർഗനൈസേഷൻ, ഇപ്പം ICPFൻ്റെ കൂടെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള യൂത്ത്സിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് വർക്ക് ചെയ്യാറുണ്ട്, ഇൻവോൾവ് ചെയ്യാറുണ്ട്. ഓക്കെ. പാസ്റ്റർ പറഞ്ഞതുപോലെ ഇപ്പം പാസ്റ്റർ ആസ് എ ഓർത്തഡോക്സ് പെൻറ്റിക്കോസ്റ്റൽ ആ ഒരു ഫ്രെയിമിൽ വളർന്നു വന്നു. അപ്പോൾ ആ സമയത്തിലൊക്കെ ഉള്ള ചാലഞ്ചസ് പാസ്റ്ററിന് എങ്ങനെയായിരിക്കും പാസ്റ്റർ ആ സമയത്തിലൊക്കെ ഫേസ് ചെയ്തത് ആസ് എ യൂത്ത് മിനിസ്ട്രിയിൽ? അല്ലെങ്കിൽ അതിനെക്കാട്ടി പാസ്റ്ററുടെ യൂത്തിൽ എങ്ങനെയൊക്കെ ചാലഞ്ചസ് പാസ്റ്റർ ഫേസ് ചെയ്തിട്ടുണ്ട് ആ സമയത്തിൽ? ഞാനിങ്ങനെ പറയാറുണ്ട്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് നല്ല നല്ല ദൈവദാസന്മാർ. പക്ഷെങ്കിൽ ഈ ദൈവവചനം പ്രാക്ടിക്കലി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് ഇല്ലായിരുന്നു. അത് ഐ ഡോണ്ട് വോണ്ട് ടു ബ്ലെയിം എനിബഡി, പാസ്റ്റേഴ്സിൻ്റെ കുറവാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പാരൻസ് അതിൽ. പക്ഷെ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ടീച്ചിങ്സ് നമ്മുടെ സഭകളിൽ എനിക്ക് കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഹൗ ടു അപ്ലൈ ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറയും എല്ലാവരും ചർച്ചിലിരിക്കുമ്പോൾ വി ആർ വെരി ഗുഡ്, ഒരു പ്രസംഗം കേൾക്കുമ്പം വി ഫീൽ സോ എൻകറേജ്ഡ്. പക്ഷേ പുറത്തിറങ്ങുമ്പം ഒരു ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഫെയിലായിട്ടുണ്ട്, അല്ലെങ്കിൽ പാപത്തിൻ്റെ മുൻപിൽ ആ കാലഘട്ടങ്ങളിൽ കോളേജ് അല്ലെങ്കിൽ യൂത്ത് സമയങ്ങളിലൊക്കെ ഒരുപാട് അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ബൈബിൾ അതല്ലല്ലോ പറയുന്നത്. ദ ബൈബിൾ അല്ലെങ്കിൽ യേശു പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മേലെല്ലാം ജയമെടുക്കണം, പാപത്തിൻ്റെ മേലും ടെംപ്റ്റേഷൻസിൻ്റെ മേലും പിശാചിൻ്റെ ഡിസെപ്ഷൻ്റെ മേലും. ദെൻ അതൊരു ജേർണി ആയിരുന്നു. ഐ സ്റ്റാർട്ടഡ് ഇൻ സെർച്ച് ഓഫ് ട്രൂത്ത് മൈ സെൽഫ്. സോ അതാണ് ഇന്ന് എന്നെ ഇവിടം വരെയും കൊണ്ടെത്തിച്ചിരിക്കുന്നത്. സോ ഐ എം ഗോയിങ് ടു വാട്ട് എവർ ക്വസ്റ്റ്യൻസ് വി ഹാവ്, ഞാനത് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ വലിയ അറിവിൻ്റെ വിജ്ഞാനത്തിൽ നിന്നൊന്നുമല്ല, പക്ഷേ ഫ്രം ദ എക്സ്പീരിയൻസ് ദാറ്റ് ഗോഡ് ടോട്ട് മീ ആൻഡ് ഐ അപ്ലൈ ടു മൈ ലൈഫ്. ആൻഡ് എസ്പെഷ്യലി ഞാൻ പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ വി ഹാവ് 3 boys, ഞങ്ങൾക്ക് 3 ആൺകുട്ടികളാണ്. അപ്പം അവരെ ഈ ഒരു പ്രായത്തിൽ ടീനേജിലുള്ള 3 പേരും ടീനേജിലുള്ളവരാണ്, 19, 15 ആൻഡ് 12. അപ്പോൾ അവരെ ഇതുവരെയും ദൈവകൃപയിൽ വളർത്തുവാനൊക്കെയുള്ളൊരു ഭാഗ്യം, അല്ലെങ്കിൽ ഒരു കഴിവ് ദൈവം തന്നു, ഒരു വിസ്ഡം ദൈവം തന്നു. അപ്പം ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ കൂടുതലും ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് അഡ്രസ്സ് ചെയ്യുന്നത്, പാരൻസിനോടാണെങ്കിലും യൂത്ത്സിനോടാണെങ്കിലും. കാരണം ഐ എൻകറേജ് മൈ ചിൽഡ്രൻ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ വീട്ടു പ്രാർത്ഥനയിൽ വെറുതെ ഒരു ബൈബിള് വായിച്ച് വിടുകയല്ല, ബൈബിള് വായിച്ചതിന് ശേഷം ആ ഭാഗത്തിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമുണ്ട്. അപ്പം എസ്പെഷ്യലി എൻ്റെ സെക്കൻഡ് സൺ ഡാനിയൽ, അവൻ നല്ല ചോദ്യങ്ങൾ ചോദിക്കും, ചിലപ്പോൾ നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് മീ ടു സെർച്ച് മോർ ഡീപ്പർ. കാരണം ഇവർക്ക് ആൻസർ കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ ദേ വിൽ ഫൈൻഡ് ആൻ ആൻസർ ഇൻ ദ വേൾഡ്ലി വേ. ലോകത്തിൽ അവരൊരു ആൻസർ കിട്ടും. അപ്പം അതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്. സോ നമ്മുടെ ആദ്യത്തെ ചോദ്യം പാസ്റ്ററോട്, ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റ് നമ്മുടെ യൂത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം ആയതുകൊണ്ട് ഞാൻ പാസ്റ്ററോട് ആദ്യത്തെ ഒരു ഡൗട്ട്, അല്ലെങ്കിൽ നോർമലി ഒരു ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു ദ യൂത്ത്സ് ഓൺലി, ബട്ട് എല്ലാവരുടെയും ഒരു ചോദ്യം തന്നെയാണ്, ഹൗ ഡു യു നോ ഗോഡ് ഇസ് റിയൽ? സോ ഇതൊരു വളരെ കോംപ്ലക്സ് ചോദ്യമാണ്. പക്ഷെങ്കിൽ വി നീഡ് ടു ട്രൈ ടു ഫൈൻഡ് ഔട്ട് എവിടെ നിന്നാണ് ഈ ചോദ്യം വരുന്നത്. ഇസ് ഇറ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, ചിലർ ഔട്ട് ഓഫ് ഫിയർ, അല്ലെങ്കിൽ ജെനുവിൻ ഡൗട്ട്. കാരണം നമ്മളിപ്പം ദൈവത്തെ കാണുന്നില്ലല്ലോ,
അപ്പം നോർമലി ഒരു വ്യക്തിക്ക് ഒരു ചോദ്യം ഉണ്ടാകും, ദൈവം റിയൽ ആണോ എന്നുള്ളത്. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഔട്ട് ഓഫ് വട്ട് യു കോൾ റിബല്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ റിജക്റ്റ് ചെയ്യുന്ന ഒരു അനുഭവത്തിൽ. സോ ദേ വാണ്ട് ടു റിജക്റ്റ് ഗോഡ്. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. ഇഫ് ഇറ്റ്സ് എ ജെനുവിൻ ക്വസ്റ്റ്യൻ, ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ജെനുവിൻ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ വി വിൽ ഫൈൻഡ് ദ ആൻസർ. ഒന്ന്, ദർ ആർ സോ മെനി വേയ്സ് വി ക്യാൻ ലുക്ക് ഇൻ ടു അവർ സെൽസ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിയേഷൻ തന്നെ ഭയങ്കര അത്ഭുതമാണ്. നമ്മുടെ ഈ ബോഡി നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഇതിനകത്ത് തന്നെ മില്യൺസ് ഓഫ് കാര്യങ്ങളിങ്ങനെ ഒരു സെക്കൻഡിൽ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ സയൻസ് വേൾഡിൽ അതൊക്കെ അത് നമുക്കറിയാം, അതൊക്കെ ഓൾറെഡി കണ്ടുപിടിക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ വി ഡിഡിൻ ക്രിയേറ്റ് അവർ സെൽസ്, അല്ലേ? നമ്മളാരും നമ്മളെ തന്നെ സൃഷ്ടിച്ചവരല്ല. നമുക്ക് സൃഷ്ടിക്കാൻ കഴിവുണ്ട്, പക്ഷേങ്കിൽ ദാറ്റ് ആർ ഡിഫറെൻറ്റ് തിങ്സ്. പക്ഷേങ്കിൽ നമ്മളെ തന്നെ ആരും സൃഷ്ടിച്ചില്ല. സോ ദർ ഈസ് എ ഇൻ്റലിജൻറ്റ് ഡിസൈനർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ ഉണ്ടെന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ പറയാറുണ്ട്, ലുക്ക് അറ്റ് ദ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി നോക്കി, നമ്മുടെ ഹ്യൂമൻ ബോഡി നോക്കി, മറ്റുള്ള നമ്മുടെ സറൗണ്ടിങ്സിൽ, ഇപ്പോൾ എർത്ത് ആണെങ്കിലും അല്ലെങ്കിൽ ഗാലക്സീസ്, സോളാർ സിസ്റ്റം, എല്ലാം ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മളതിനെപ്പറ്റിയൊക്കെ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ. സോ വി കനോട്ട് സിംപ്ലി സേ ഇറ്റ് കെയിം ഔട്ട് ഓഫ് നത്തിങ്. എനിക്ക് അത് വിശ്വസിക്കാൻ എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ട്. ഈ വൺ ഫൈൻ ഡേ ഔട്ട് ഓഫ് നത്തിങ് all these things come up. No, that is something silly, I tell people. No, so അങ്ങനെ ഒരു ക്രിയേറ്റർ ഉണ്ടെങ്കിൽ, now the next thing is that you can talk to him. You can, if he is the creator, he is the only true God, living God. ആ ദൈവത്തോട് തന്നെ നമുക്ക് പലപ്പോഴും പറയാൻ പറ്റും, കർത്താവേ, നീ റിയലാണെങ്കിൽ നീ നിന്നെ തന്നെ എനിക്ക് വെളിപ്പെടുത്തണം. ദൈവത്തിൻ്റെ ഞാൻ അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളിൽ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളാണ്. ഈ നമ്മളെല്ലാം ഡിഫറെൻ്റാണ്, അല്ലേ? യു ആർ ഡിഫറെൻറ്റ്, ഐ ആം ഡിഫറെൻറ്റ്, എവറിബഡി ഈസ് ഡിഫറെൻറ്റ്. പക്ഷേ ആൻഡ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഈസ് ഓൾസോ ഡിഫറെൻറ്റ്. ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അല്ല ഒരു മുതിർന്ന വ്യക്തിയുടെ, ഒരു ടീനേജറിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അല്ല. പക്ഷേ ഇവരുടെ എല്ലാം അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ലെവലിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്താൻ കഴിവുള്ള ദൈവം. ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് ചോദിച്ചാലും ഗോഡ് റിവീൽ മീ എന്ന് പറഞ്ഞാൽ ആ കൊച്ചു കുഞ്ഞിൻ്റെ ലെവലിൽ ദൈവം ഇറങ്ങിച്ചെല്ലും. ബട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ജെന്യുവിൻ ആയിരിക്കണം. ഇറ്റ്സ് നോട്ട് ദാറ്റ് ദൈവമൊന്നും ഇല്ല, ഹൂ സെഡ് ഗോഡ് ഈസ് റിയൽ. അതെന്ന് പറഞ്ഞാൽ ഒരു റിജക്ഷനാണ്. വി വോണ്ട് ടു ലീവ് അവർ ഓൺ ലൈഫ്, സെൽഫിഷ് ലൈഫ്. നമുക്ക് ജീവിക്കാം. അതിനുവേണ്ടി നമ്മൾ ദൈവത്തെ തള്ളിപ്പറയാനുള്ള ഒരു മാർഗം കണ്ടെത്തണം. ഹൗ ക്യാൻ പീപ്പിൾ നോ ഹൂ ഹാസ് സീൻ ഗോഡ്? അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. ആരും ദൈവത്തെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? പിന്നെ നമ്മൾ ആൻസർ പറഞ്ഞു വരുമ്പോൾ പറയും, പാസ്റ്റർ കണ്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് എന്താ പറഞ്ഞേ, ഒരിക്കലും തിരസ്കരിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ദൈവത്തെ അനുഭവിക്കുന്നുണ്ട്. അതിപ്പോൾ എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. ബട്ട് ഇപ്പോൾ ഒരു വ്യക്തി വില്ലിങ് ആണെങ്കിൽ വി ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് ടു ദം. പിന്നെ അല്ലെങ്കിൽ തന്നെ യു ആസ്ക് ഗോഡ്. നോ, നമുക്കറിയാം ഇന്ന് ലോകത്തിൽ പലയിടങ്ങളിലും സുവിശേഷത്തിന് എത്തിപ്പെടാൻ പറ്റാത്ത പല രാജ്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ അവർക്ക് നമുക്ക് ഓപ്പൺലി പ്രീച്ച് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു ബൈബിള് കൊണ്ടുപോയി അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നൂറുകണക്കിന് പേരുടെ മുൻപിൽ ദൈവം പ്രത്യക്ഷപ്പെടുകയാണ് ഇൻ ദെയർ ഡ്രീംസ്, ഇൻ ദെയർ വിഷൻസ്. എന്നിട്ട് പറയാണ്, ഞാനാണ് യേശു ക്രിസ്തു, ഞാനാണ് സത്യദൈവം. സോ God can, if your search is genuine, God is there to answer you. So diligently, if you seek God, yes, you will find him. Yeah. അതാണ്. So God is not real. നമുക്ക് ഒരിക്കലും അതൊരു റൈറ്റ് ആയിട്ടുള്ള പോയിന്റ് അല്ല. ഗോഡ് റിയൽ തന്നെ ആണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ സെർച്ച് തുടങ്ങാം. യു സ്റ്റാർട്ട് ഫ്രം വെർ യു ആർ. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കാൻ എൻ്റെ ഈ 47 years ഓഫ് എക്സ്പീരിയൻസ് ഇറ്റ് ഓൾ ആഡ്സ് അപ്പ്. ഇപ്പം പാസ്റ്റർ പറയുന്നത്, ഇപ്പം ഈ ഡെലിജൻ്റ്ലി സീക്കിങ്ങിലും പാസ്റ്റർ ഇപ്പം രണ്ടാമത്തെ ഒരു ഭാഗം പറഞ്ഞത്, ഇഫ് യു സീക്ക് മീൻസ് ഇഫ് യു ആർ
ഡൗട്ടിങ് ഇറ്റ് ഓർ നമ്മൾ അത് ആ ഒരു വേ പോകുന്നത് ഒരു ഏത്തിസത്തിന്റെ ജെനുവിൻ ഡൗട്ട്സ് ഉണ്ട്. ഓക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ബൈബിളിൽ തന്നെ തോമസ് ഡൗട്ട് ചെയ്തു, പക്ഷെങ്കിൽ ദൈവം അവനെ എന്ത് ചെയ്തില്ല, കാരണം അത് അവൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. കാരണം ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കർത്താവ് അല്ലെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഇൻകപ്പാസിറ്റിയാണത്. ഇത് സകലം ഉണ്ടാക്കിയ ദൈവത്തെ, നമ്മളെയും കൂടെ ഉണ്ടാക്കിയ ദൈവത്തെ നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു ചെറിയ ബ്രെയിനാണ്. അത് വെച്ച് ദൈവത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ദൈവം നമ്മളോട് ദീർഘക്ഷമ കാണിക്കും, പക്ഷേ റിബല്യനിലാവരുത്. ഞാനിങ്ങനെ ആൾക്കാരുണ്ട്, ഡോണ്ട് റിബൽ അഗൈൻസ്റ്റ് ഗോഡ് ആൻഡ് സേ ഹൂ ഇസ് ഗോഡ്. നോ, ഇഫ് യു ഹംബിൾ ourselves, ജെനുവിൻ ഡൗട്ട്സ് വരെയും ദൈവം ക്ലിയർ ചെയ്തു. തോമസിനോട് പറഞ്ഞു, ഓക്കെ നീ എൻ്റെ ഈ മുറിവുകളിൽ കൈയിട്ടെങ്കിലും വിശ്വസിക്കുന്നത് വിട്ടു, ബട്ട് ദാറ്റ് ഈസ് ഗോഡ്. സോ ഡൗട്ടായാലും ഫിയർ ആണെങ്കിലും എല്ലാം ഓക്കെയാണ്. ദൈവം ഹി വിൽ റിവീൽ ഹിംസെൽഫ്, ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി എ റിബല്യൻ. അതാ ഞാൻ പറഞ്ഞ ഈ റിബല്യൻ വരുന്ന ആ ഭാഗം, ഇസ് ഇറ്റ് ലൈക്ക് എ മാൻ ഈസ് ഗോയിങ് ഫോർ ദ ഏത്തിസം ഓർ ഹീസ് എ ഏത്തിസം ലൈക്ക് ഈസ് യെസ് ലൈക്ക് ഞാൻ പറയാറുണ്ട്, വൈ ഈസ് ദെയർ ഏത്തീസ്റ്റ്, അല്ലെങ്കിൽ എത്തീസം എവിടെ നിന്നാണ് വരുന്നത്? വൈ പീപ്പിൾ ഹാവ് ഇൻവെൻറ്റഡ് എത്തീസം? ഈ ഒരു ബ്രാഞ്ച് തന്നെ ഇതൊരു വിശ്വാസമാണല്ലോ. എത്തീസം എന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് ബിലീവ്, ബട്ട് അതൊരു വിശ്വാസം. സെൽഫിഷ്നെസ്, സെൽഫ് സെൻറ്റേർഡ്നെസ് ഓർ സെൽഫ് ഈസ് ദ വാട്ട് യു കോൾ ദ റീസൺ ബിഹൈൻഡ് എത്തീസം എന്ന് പറഞ്ഞാൽ ഒരു ഇതെന്നെ മനസ്സിലാക്കി തന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ പഠിച്ച. അപ്പം പുള്ളിയെ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് നാൾ മുമ്പ്, ചില മാസങ്ങൾക്ക് മുമ്പ് മീറ്റ് ചെയ്തു. സ്കൂളിൽ പഠിക്കുമ്പോൾ വാസ് നോട്ട് എ ഹാർഡ് കോർ ബിലീവർ അല്ല, ബട്ട് ഈസ് എ ക്രിസ്ത്യൻ. നല്ലൊരു ക്യാരക്ടറായിരുന്നു, വളരെ നല്ല രീതിയിൽ. നമുക്കറിയാമല്ലോ നമ്മുടെ ഫ്രണ്ട്സൊക്കെ സ്റ്റേബിളായിരുന്നു, അല്ലാതെ ഇങ്ങനെ സ്കൂളിലാണെങ്കിലും അങ്ങനെ വഴക്കിനോ പ്രശ്നങ്ങൾക്കോ അല്ല. അപ്പം ഒരു സ്റ്റേബിൾ മൊറാലിറ്റി ഉള്ളൊരു മനുഷ്യനായിരുന്നു, ഒരു വ്യക്തിയായിരുന്നു, ഒരു യങ്സ്റ്ററായിരുന്നു. ഇന്നിപ്പം എന്നെപ്പോലെ ഒരു പുരുഷനായി. അപ്പോൾ പുള്ളി എന്നോട് സർപ്രൈസിംഗ്ലി കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്നൊരു ഏത്തിസ്റ്റാണെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം മുതൽ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് ഈ പുള്ളി എങ്ങനെ എത്തിസ്റ്റായി, എന്നെക്കാളും നല്ലൊരു മനുഷ്യൻ, നല്ലൊരു വ്യക്തിത്വം ആയിരുന്നല്ലോ പുള്ളി. ഞാനൊരു പെന്തിക്കോസുകാരനായിരുന്നിട്ട് പോലും ഞാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയും നിൽക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അവസരം കിട്ടിയാൽ ഒരു കുറുമ്പ് കാണിക്കാനോ അല്ലെങ്കിൽ ഒരു പിള്ളേരുടെ കൂടി ഒരു തമാശയ്ക്കാണെങ്കിലും ഒരു എന്തെങ്കിലും ഒരു നോട്ടീനെസ് കാണിക്കാനും ഞാനുണ്ടാവും. പക്ഷേ ഞാൻ പിടിക്കപ്പെടത്തില്ല, കാരണം എനിക്കൊരു ഇമേജ് ഉണ്ടായിരുന്നു, ഈ പുള്ളി നല്ല പുള്ളിയാ, പെന്തിക്കോസുകാരനാണെന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ പുള്ളി അങ്ങനെയല്ലായിരുന്നു. അന്നേരം മുതൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. വിത്തിൻ that whole day, the time I spent with him, I found out he was living a very double standard life. എന്ന് പറഞ്ഞാൽ വളരെ ദൈവത്തിൽ നിന്നൊക്കെ അകന്ന് മോറലായിട്ട് പോലും താൻ ഒരു ഇല്ലാത്ത ലൈഫ്, നമുക്കത് നമ്മുടെ സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ലൈഫാണ് പുള്ളി ജീവിക്കുന്നത്. അന്നേരം എനിക്ക് മനസ്സിലായി, അങ്ങനെ ജീവിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി പറ്റത്തുള്ളൂ. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടെന്നൊരു മനുഷ്യൻ വിശ്വസിക്കുന്നെങ്കിൽ തെറ്റെല്ലാവരും ചെയ്യും, പക്ഷെങ്കിൽ ഒരു പരിധി കൂടുതൽ ആരും, കാരണം ദൈവത്തെ ഭയമുണ്ട്. അപ്പം ആ ഭയം നമ്മൾ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ദൈവത്തെ ക്യാൻസൽ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ I don't believe in God. Then you can do anything you want. 1, 2, 3 കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏത് തെറ്റ് വേണമെങ്കിലും കാണിക്കാം. ബിക്കോസ് ഐ ഡോണ്ട് ബിലീവ് ഇൻ ഗോഡ്. ദൈവത്തെ എലിമിനേറ്റ് ചെയ്യാനുള്ള മെയിൻ കാര്യം അതാണ്. ഐ ഡോണ്ട് വോണ്ട് ടു. അപ്പം നമ്മൾ പറയും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ മരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പിന്നീടുള്ള കാര്യം, അങ്ങനെ അവർ പറയുന്നത് ഏത്തീസ് അത് അന്നേരം കാണാം, മരിച്ചു കഴിയുമ്പോൾ കാണാം. പക്ഷെങ്കിൽ ഞാനിങ്ങനെ പറയാറുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ ദൈവം, നിങ്ങൾ പറയുന്ന ദൈവം ഇല്ലെങ്കിൽ യു ഡിഡിൻ എൻജോയ് ലൈഫ്. നമ്മളെ പറ്റി പറയാം. ഞാൻ പറയും തിരിച്ചു ചോദിക്കും, ദൈവം ഉണ്ടെങ്കിലോ? നിങ്ങളിവിടെ എൻജോയ് ചെയ്തു, ദൈവത്തിൻ്റെ മുൻപിൽ പോയി നിൽക്കണമെങ്കിൽ ദാറ്റ് വിൽ ബി എ ഫിയർഫുൾ തിങ്. ദൈവത്തിന് നമ്മൾ ആൻസറബിൾ ആണെന്നാണ് ബൈബിൾ പറയുന്നത്.
അക്കൗണ്ടബിൾ ആണ്. അക്കൗണ്ടബിൾ ആണ് എല്ലാം, നമ്മൾ പറയുന്ന വാക്കുകൾക്ക്, നമ്മുടെ ചിന്തകൾക്ക് പോലും. അങ്ങനെയാണെങ്കിൽ ദൈവം ഇല്ലാന്നൊരു ലൈഫ് മുഴുവൻ പറഞ്ഞ് ജീവിച്ചിട്ട് നമുക്ക് താൻ തോന്നിയെ പോലെ നടന്നിട്ട് വൺ ഫൈൻ മോർണിംഗ് നമ്മൾ ഈ മരണം എന്ന് പറയുന്ന ഒരു ഉറക്കമാണ് ഉണർന്ന് കണ്ണു തുറക്കുമ്പം ദൈവത്തിന് മുൻപിലാണ് നിൽക്കുന്നെങ്കിൽ എന്താ സംഭവിക്കാൻ പോന്നെ? അല്ലെ, മുട്ടടിക്കത്തില്ല. പക്ഷെങ്കിൽ അതിനേക്കാളും നല്ലത് യു ലീവ് എ ലൈഫ് ബിലീവിങ് ദാറ്റ് ദർ ഈസ് ഗോഡ്. അതിനകത്തൊരു നഷ്ടമില്ലല്ലോ നമുക്ക്. ബിക്കോസ് ഇവിടെയും നിങ്ങളുടെ ലൈഫ് നല്ലതായിരിക്കും. ഇറ്റ് വിൽ ബി എ ബ്ലെസ്ഡ് ലൈഫ് ഫോർ യു, യുവർ ഫാമിലി, ആൻഡ് ആഫ്റ്റർ ഡെത്ത് ഓൾസോ യു വിൽ ബി ഹാവിങ് എ ബ്ലെസ്ഡ് ലൈഫ്. പക്ഷേ ഏത്തീസിനൊക്കെ ഉള്ള വിഷയം ദേ ഗോയിങ് ടു സ്ട്രഗിൾ ആഫ്റ്റർ ഡെത്ത്. ബട്ട് ദേ വോണ്ട് ടു എലിമിനേറ്റ് ഗോഡ് ബിക്കോസ് അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫ് ജീവിക്കണം, എൻജോയ് ചെയ്യണം. ആൾക്കാർ ഇപ്പം ഞാൻ എൻജോയ് ചെയ്യാം. ദാറ്റ് മീൻസ് ഞാനീ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഈ വിത്ത് ഗോഡ് യു ഹാവ് ടു ദേ മൈറ്റ് തിങ്ക് ദേ ഹാവ് ടു മീൻസ് ലിവ് ലൈക്ക് വിത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ബട്ട് വിതൗട്ട് ഗോഡ് ദർ ഇസ് നോ ലിമിറ്റേഷൻ. മീൻസ് അവർക്ക് എങ്ങനെ വേണം ജീവിക്കാനുള്ള ഒരു അത് അവർ നോക്കുന്നു. അതെ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ലൈഫിൽ 21 വർഷം മുമ്പ് ഞാൻ കർത്താവിനെ എൻകൗണ്ടർ ചെയ്തതിന് അതിന് മുമ്പ് ഞാൻ വിശ്വാസിയാണ്. എനിക്ക് മനസ്സിലായത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു റിലീജിയനല്ല. ഇറ്റ്സ് നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. കാരണം എല്ലാ ടെക്സ്റ്റ് ബുക്കിലും അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് ഓഫ് അവർ മൈൻഡ് ക്രിസ്ത്യാനിറ്റി ഒരു റിലീജിയൻ ആണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെങ്കിൽ യഥാർത്ഥ ക്രിസ്ത്യാനി യേശു ക്രിസ്തു പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ ആ ഫെയ്ത്ത് എന്ന് പറയുന്നത് അത് എന്താ പറയുക, റിലീജിയൻ അല്ല. ഹി സെഡ് ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഞാനാണ് വഴിയും സത്യം. അപ്പം യേശു ഒരു റിലീജിയൻ സ്ഥാപിക്കാൻ വന്നതല്ല. യേശു ദൈവവുമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ട ബന്ധം റിസ്റ്റോർ ചെയ്യാൻ വന്നതാണ്. പിന്നെ ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, ദൈവത്തിൽ ഒരു എന്ന് പറഞ്ഞാൽ ഈവിളില്ല. ദാറ്റ് ഈസ് വൈ ഗോഡ് ഈസ് ഗോഡ്. ദൈവത്തിനകത്തൊരു കപടതയില്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു പാപമില്ല, ഒരു തെറ്റില്ല, ഒരു കള്ളത്തരമില്ല, ഒന്നുമില്ല. ഗോഡ് ഈസ് ഫുൾ ഓഫ് ഗുഡ്നെസ്. ഫുൾ ഓഫ് ഗുഡ്നെസ് ആയിട്ടുള്ള ഒരു ദൈവം നമ്മളോടൊരു കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഈസ് ഇറ്റ് ബിക്കോസ് പുള്ളി നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ നോക്കുന്നത് കൊണ്ടാണോ, അതോ നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി? ജെനുവിൻലി അങ്ങനെ നമ്മൾ ദൈവത്തെ കാണണം. അല്ലാതെ എൻ്റെ ഫ്രീഡത്തെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു ആളെന്നുള്ള നിലയിൽ ദൈവത്തെ കണ്ടാൽ ഇത് നമുക്ക് റിലീജിയനായിട്ടും ഇത് നമുക്ക് ഭാരമായിട്ടും. അതാണ് ഈ യൂത്ത്സിന് പറ്റിയ കുഴപ്പം. നമ്മൾ യൂത്ത്സിൻ്റെ അടുത്ത് നമ്മുടെ വിശ്വാസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു റിലീജിയൻ പോലെയാണ്. പക്ഷെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും, അത് നമ്മുടെ ലൈഫിലൂടെ നമ്മൾ ജീവിച്ച് കാണിക്കുകയും ചെയ്യണം. അപ്പം അവർക്ക് മനസ്സിലാവും ദർ ഇസ് സംതിങ് ഡിഫറെൻറ്റ്. അപ്പം ദൈവത്തെ അങ്ങനെ നമ്മൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വി വിൽ എൻജോയ് ക്രിസ്ത്യൻ ഫെയ്ത്ത്, ഒബേയിങ് ഗോഡ്. അപ്പം ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ബേർഡൻ അല്ല. പക്ഷെങ്കിൽ ഒരു ബേർഡൻ ആയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇതുപോലെ ഞാനും വിചാരിച്ചിരുന്നു റെസ്ട്രിക്ഷൻ ആണല്ലോ, നമുക്ക് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ന് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഒബേ ചെയ്ത് എൻജോയ് ചെയ്യുകയാണ്. കാരണം ദൈവം എനിക്ക് വേണ്ടിയാണ്, എൻ്റെ പക്ഷത്താണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, അഥവാ ദൈവം എന്തെങ്കിലും നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അത് നമ്മളെ ഹേർട്ട് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൽ മാത്രം നോക്കരുത്, അൺടിൽ എറ്റേണിറ്റി മൊത്തം നമ്മുടെ ഹോൾ ഇറ്റേണിറ്റി എടുത്തു കഴിഞ്ഞാൽ ശിക്ഷാവിധിക്ക് കാരണമായിരിക്കുന്ന സാധ്യത അതിനകത്തുണ്ട്. ശിക്ഷാവിധി എന്ന് പറയുന്നത് എന്തൊക്കെയോ അതിൻ്റെ ഒരു നമുക്ക് അവിടെ ഒരു ബ്ലോക്ക് വെച്ചത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി അതിനകത്ത് ഉള്ളതുകൊണ്ട്. കാരണം ദൈവത്തിൻ്റെ മകനായിട്ട് നമ്മളെ തന്നെ കാണുകയാണെങ്കിൽ ഒരു അപ്പനും മകനും പോലെ, ഒരു അപ്പൻ അല്ലെങ്കിൽ ഒരു അമ്മ ഒരിക്കലും ഒരു കുഞ്ഞിൻ്റെ ദോഷം ആഗ്രഹിക്കത്തില്ല, അല്ലേ? എന്ന് പറയുന്ന പോലെ ദൈവം ഒരിക്കലും നമ്മുടെ ദോഷം ആഗ്രഹിക്കില്ല. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറയാറുണ്ട്, നിങ്ങളൊരു ബൈബിളിലെ ഒരു കമാൻഡ്മെൻറ്റ്സ് പോലും പാലിച്ചില്ലെങ്കിലും ദൈവത്തിനൊരു ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്, അല്ലേ? ദൈവം അപ്പോഴും സർവാധിപനാണ്,
ഓൺ ദ ത്രോൺ ആണ്, ഈസ് കിങ് ഓഫ് കിങ്സ് ആണ്, ലോർഡ് ഓഫ് ലോർഡ്സ് ആണ്. നമ്മളിപ്പം ഈ നിയമങ്ങളൊക്കെ പാലിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ വചനം പാലിക്കുന്നത് കൊണ്ട് ദൈവം പൊങ്ങി പോകുന്നുമില്ല, ഇല്ലെങ്കിൽ അത് താണു വരുന്നുണ്ട്. പിന്നെ അഗെയിൻ ദ സെയിം തിങ്. പിന്നെ എന്തിനാണ് ദൈവം നമ്മളോട് പറഞ്ഞത്? ഇറ്റ്സ് ഫോർ അവർ ബെനിഫിറ്റ്. അവനെപ്പോലെ നമ്മൾ ആയിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവൻ്റെ കൂടെ ഒരു ദിവസം നമ്മൾ ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ജെന്യുവിൻ ലവ് ആണത്. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമുക്കിതൊരിക്കലും ബേർഡൻ. ഇന്ന് പലർക്കും ഇത് ബേർഡൻ ആകാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഐ ഫീൽ ദാറ്റ് ഈസ് വൈ എത്രയും എന്നെ നമ്മളെക്കാൾ കഴിയാവുന്നത് പോലെ ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് ആണെങ്കിലും ദ മോർ ഇറ്റ് റീച്ചസ് അറ്റ്ലീസ്റ്റ് ജെനുവിൻലി കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്കോ ടീനേജേഴ്സിനോ അവർ ചിന്തിക്കാൻ തുടങ്ങും, ഓ ഗോഡ് ഈസ് മൈ ഫാദർ, അല്ലെങ്കിൽ ഹി ലവ്സ് മീ സോ മച്ച്. ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് നത്തിങ് ഫോർ ഹിം. ദൈവത്തിന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ് ദൈവം ഇതൊക്കെ പറഞ്ഞത്, ഇത് ചെയ്യരുതെന്നോ അല്ലെങ്കിൽ ചെയ്യണമെന്നോ പറഞ്ഞു. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. അപ്പം ഇതൊരു ഒരിക്കലും ഒരു നുഖമാകത്തില്ല, എന്ന് പറഞ്ഞാൽ ബേർഡൻ ആകത്തില്ല. യു വിൽ ബി ഫ്രീ. Definitely. Yeah, that's I think so. That is more impressive to listen and to understand that what you gave the answer for us, this one. All right. So Pastor, ഇനി അടുത്തുള്ള ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഗോഡിനെ പറ്റി ഇപ്പം ജസ്റ്റ് ഒന്ന് സംസാരിച്ചു. അടുത്തതായി എനിക്ക് സംസാരിക്കാനുള്ളത് പറഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് ഹോളി സ്പിരിറ്റ്. സോ ആസ് എ ബിലീവർ ഓർ ആസ് എ ദൈവത്തെ അറിഞ്ഞ ഒരാൾ പരിശുദ്ധാത്മാവിനെ എങ്ങനെ പ്രാപിക്കും? നമ്പർ 1, പരിശുദ്ധാത്മാവിനെ പറ്റി നമുക്കൊരു കറക്റ്റായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. നമ്മുടെയൊക്കെ സർക്കിളിൽ അല്ലെങ്കിൽ സഭകളിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്യാൻ പറ്റാത്ത, കാണാൻ പറ്റാത്ത ഒക്കെയുള്ളൊരു സാധനം. പക്ഷെങ്കിൽ ബൈബിൾ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ട്രിനിറ്റിയിലുള്ള ഒരു ഗോഡ് ഹെഡാണ്. ആൻഡ് അതൊരു പേഴ്സണാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഒരു വ്യക്തിയോട് നമ്മൾ എങ്ങനെയാണ് ഇടപെടുന്നത്, അതുപോലെ പരിശുദ്ധാത്മാവിനുണ്ട്. നമ്പർ 1, പരിശുദ്ധാത്മാവ് എപ്പോഴാണ് ഒരാളുടെ ജീവിതത്തിൽ വരുന്നത്? ഫ്രം ദ വെരി ബിഗിനിങ്. നമ്മൾ പറയും ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ 12-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. പക്ഷെങ്കിൽ അതിനു മുമ്പിലേ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ ടൈം വന്നപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഇൻസ്പയർ ചെയ്തതുകൊണ്ടോ കൺവിൻസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ, യേശുവിനെ അറിയാനിടയായി. യേശുവിനെ അറിഞ്ഞ് ആ സത്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വെൻ വി റിസീവ് ഗോഡ് ജീസസ് ആസ് എ ലോർഡ് ആൻഡ് സേവിയർ, പിന്നെ വരുന്നത് ഇമ്മീഡിയറ്റ്ലി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങും. നമ്മുടെ അകത്ത് നമ്മുടെ സ്പിരിറ്റ് വന്നിട്ട് അതാണ് റീജനറേറ്റ് ആയിട്ട് ന്യൂ ക്രിയേഷൻ, ന്യൂ ബർത്ത് എന്നൊക്കെ പറയുന്ന പോലെ പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പിന്നെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ആ പേഴ്സൺ എന്നുള്ള രീതിയിൽ കണ്ട് അതിൻ്റെ ലീഡർഷിപ്പിന് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. നമ്മുടെയൊക്കെ സഭകളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻ പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ പരിശുദ്ധാത്മാവിനെ ആവശ്യം വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ചിനെ പോലെ. സ്വിച്ച് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒരു ലൈറ്റ് കത്തിക്കാൻ വേണ്ടി. അപ്പോൾ ചർച്ചിലൊക്കെ ഒരു പാട്ട് പാടി നമ്മൾ കൈകൊട്ടി അന്നേരം സ്വിച്ച് ഇട്ട പോലെയാണ് ഒരു അന്യഭാഷയൊക്കെ പറഞ്ഞ്. പക്ഷെങ്കിൽ അങ്ങനെ നമുക്ക് പരിശുദ്ധാത്മാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഐദർ യു ഗീവ് യുവർ ഫുൾ ലൈഫ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഓർ യു ലീഡ് യുവർ ഓൺ ലൈഫ്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നമുക്ക് ജഡീകന്മാരായിട്ടുള്ള വിശ്വാസികളുള്ളത്. അവർ രക്ഷിക്കപ്പെട്ടു, യേശുവിനെ സ്വീകരിച്ചു, പക്ഷെങ്കിൽ ഇപ്പോഴും ജഡത്തിലാണ് അവർ ജഡത്തിലാണ് തീരുമാനം എടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫ്ലഷാണ് അവരെ ലീഡ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നു, നമ്മൾ ആ ലീഡർഷിപ്പ് കൈമാറണം. അത് എന്താ പറഞ്ഞാൽ പേർപ്പസ്ലി നമ്മൾ പരിശുദ്ധാത്മാവിനോട് എപ്പോഴും ഡെയിലി പറയണം, ഹോളി സ്പിരിറ്റ് ലീഡ് മീ. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ ദിവസവും വഴി നടത്തും. അല്ലാതെ ചർച്ചിൽ വരുമ്പോൾ മാത്രമല്ല, ഔട്ട്സൈഡ് ദ ചർച്ച് നമ്മുടെ ലൈഫ്, നമ്മുടെ ഡിസിഷൻസ്, നമ്മുടെ
എല്ലാ കാര്യം, റിലേഷൻഷിപ്പ്, ഫൈനാൻസസ്, എല്ലാ ഏരിയാസിലും പരിശുദ്ധാത്മാവിനോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അതാണ് ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി. ദ മോർ വി സബ്മിറ്റ് ടു ഹിസ് ലീഡർഷിപ്പ്, ദ മോർ ഹി ടേക്സ് കൺട്രോൾ ആൻഡ് ലീഡ്സ് അസ്. പാസ്റ്റർ പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നോർമലി ആൾക്കാർ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ്, ഓക്കെ, ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ കൊച്ചുപ്രായത്തിലൊക്കെ ആൾക്കാരൊക്കെ അന്യഭാഷ പറയുന്നത്, അപ്പോൾ സോ ദിസ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ ചിന്തിക്കുക ദിസ് ഈസ് ദ ഹോളി സ്പിരിറ്റ്, ഇതാണ് ഹോളി പറഞ്ഞാൽ പരിശുദ്ധ. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗിഫ്റ്റാണ് സ്പീക്കിംഗ് ഇൻ ടങ്സ്. സോ ബട്ട് ഇപ്പം പാസ്റ്റർ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ നിരന്തരമായുള്ള ഒരു ഗൈഡൻസ് തരുന്നത് പോലെ, അല്ലെങ്കിൽ ഞാൻ എന്തായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എന്ത് പ്രവർത്തിക്കണം, എന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു ആത്മാവാണ് പരിശുദ്ധാത്മാവ്, പാസ്റ്റർ ഇപ്പം പറഞ്ഞതുപോലെ. സോ ദാറ്റ്സ് ദ സെയിം തിങ് ഐ ജസ്റ്റ് വാണ്ട് ടു ആസ്ക് യു ദാറ്റ്. ഇപ്പം ഞാൻ ശൂന്യമായിട്ടിരിക്കുന്നു പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നു, യേശുവിനെ സ്വന്തം രക്ഷിതാവ് സ്വീകരിക്കുന്നു. മോസ്റ്റ് ഓഫ് ദ ടൈം പല അനുഭവം എനിക്ക് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടാണ് ഞാൻ ഹോളി സ്പിരിറ്റിൻ്റെ അനോയിൻറ്റിങ് ഞാൻ പ്രാപിക്കുന്നത്. ബട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, എന്താ പറഞ്ഞ, ബാപ്റ്റിസത്തിന് മുമ്പേ തന്നെ അല്ലെങ്കിൽ സാൽവേഷന് മുമ്പേ തന്നെ ആൾക്കാർ അഭിഷേകം പ്രാപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ക്യാൻ യു ടെൽ അബൌട്ട് മീൻസ് അങ്ങനെ ഒരു അനുഭവങ്ങൾ വരുമ്പോൾ പറഞ്ഞാൽ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്തുള്ളത് പറഞ്ഞാൽ ദ പാത്ത് വേ ഇസ് ഇറ്റ് ലൈക്ക് സാൽവേഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ബാപ്റ്റിസം കഴിഞ്ഞിട്ട് മാത്രമാണോ ഒരു ഫീലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് വരുന്നത്, അതോ എനി ടൈം ക്യാൻ ഹാപ്പൻ? സോ ക്യാൻ യു ടെൽ ദാറ്റ് തിങ് ടു അസ്? നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ പല ഫൗണ്ടേഷണൽ, അതായത് ചെറുപ്പം മുതലേ നമ്മൾ വിശ്വസിച്ച പല കാര്യങ്ങളും തിരുത്തേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ബൈബിളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പണ്ട് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ രക്ഷിക്കപ്പെട്ട തീയതി എഴുതിയിടാറുണ്ട്. ബട്ട് ഡേറ്റ് ഡസൻ മാറ്റർ ടു ഗോഡ്. എന്ന് പറഞ്ഞാൽ ഡേറ്റ് നമുക്കൊരു ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് ഡേറ്റ് ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെ ഒരു. പക്ഷേ ദൈവത്തിന് ഡേറ്റ്സ്, സ്വർഗത്തിൽ ഞാനിങ്ങനെ പറയാറുണ്ട്, സ്വർഗത്തിൽ കലണ്ടർ ഇല്ല. പക്ഷേ ദൈവം ഒരു മനുഷ്യൻ എപ്പോഴാണ് യഥാർത്ഥമായി യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടതെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയൂ. സോ ഓക്കെ, ഫോർ അവർ അണ്ടർസ്റ്റാൻഡിങ് നമ്മളൊരു ഡേറ്റ് എഴുതിയിട്ടു, പക്ഷേങ്കിൽ ഇറ്റ് നെസസറിലി മേ നോട്ട് ബി ദാറ്റ് ഡേ. മേ ബി അത് കഴിഞ്ഞ് ചില മാസങ്ങൾക്ക് ശേഷമായിരിക്കും ആ വ്യക്തി യഥാർത്ഥമായി രക്ഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ യേശുവിന് ഹൃദയം കൊടുക്കുന്നത്. കാരണം ഇന്ന് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു എളുപ്പമുള്ള പണിയാക്കി നമ്മൾ മാറ്റി. എന്ന് പറഞ്ഞാൽ ഒരു മീറ്റിങ്ങിന് പോയി അവിടെ ഔട്ടർ കോൾ വിളിച്ച് കൈ ഉയർത്തിയാൽ രക്ഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അവിടെ ഒരു ഫോം തന്നു, അത് ഫിൽ ചെയ്താൽ. ഞാൻ അതിനൊന്നും ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ഓൾ ദീസ് തിങ്സ്. പക്ഷെങ്കിൽ അതൊക്കെ നമുക്ക് വേണം, മനുഷ്യനല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു. പക്ഷെങ്കിൽ ദ ഫ്രൂട്ട്, ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടോന്ന് എങ്ങനെ, ഇപ്പം പരിശുദ്ധാത്മാവിനെ ഫിൽ ചെയ്യുന്ന കാര്യം പറഞ്ഞു, അതിന് മുൻപേ രക്ഷിക്കപ്പെട്ടോന്ന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ കുഞ്ഞിന് ജീവനുണ്ടോയെന്ന് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെ അറിയുന്നേ? ആ കുഞ്ഞ് നമ്പർ 1 ഫസ്റ്റ് തിങ് ചെയ്യുന്നത് എൻ്റെ പപ്പ എന്തിയെ, എൻ്റെ മമ്മി എന്തിയെ, എൻ്റെ ഫോൺ എന്തിയെന്നൊന്നും അല്ല ചോദിക്കുന്നത്. അത് കരയാൻ തുടങ്ങും. അതിനൊന്നും പറയാൻ അറിയത്തില്ല. ബിക്കോസ് എന്തിനാ കരയുന്നത്? ഹംഗ്രി, പാല് കുടിക്കാൻ വേണ്ടിയായിരിക്കും കരയും. എന്ന് പറയുന്നത് പോലെ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആത്യന്തികമായി ആ വ്യക്തിയുടെ അകത്ത് ചേഞ്ച് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വ്യക്തിത്വം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു, അല്ലെങ്കിൽ ആത്മാവ് വീണ്ടും ജനിച്ചു. അപ്പോൾ ആത്മാവിന് ഹങ്കറുണ്ടാവും. നേരത്തെ ഇല്ലാതിരുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. ഒന്ന്, നമ്പർ 1 ജോയ് ആൻഡ് പീസ് ഉണ്ടാവും. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആനന്ദവും സമാധാനവും ആ വ്യക്തിക്കുണ്ടാകും. ദൈവത്തോട് സമാധാനം നിരപ്പ് പ്രാപിക്കുന്നവരാണ് രക്ഷ. അപ്പം സമാധാനം ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും. പിന്നെ ഈ ദൈവത്തെ കൂടുതലായിട്ട് അറിയാൻ, അതായത് ബൈബിൾ വായിക്കാൻ, പ്രാർത്ഥിക്കാനൊക്കെ നമ്മൾ തുടങ്ങും. അതാണ് ഹങ്കർ ഫോർ മോർ. അതൊരു സൈനാണ് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്. അപ്പം ഈ പരിശുദ്ധാത്മാ അഭിഷേകം, ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അല്ലെങ്കിൽ ഒരു അനോയിൻറ്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ചിലർ
പിന്നീട് പ്രാപിക്കുന്നവരുണ്ട്. ചിലപ്പോൾ കൊർന്നലിയോസിന് സംഭവിച്ച പോലെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പിന്നീട് അവർ സ്നാനപ്പെട്ടു. കാരണം സ്നാനത്തിന് അവർ തീരുമാനിക്കണം, തയ്യാറെടുക്കണം, ഒരുങ്ങണം. പക്ഷെങ്കിൽ രക്ഷിക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവ് വരുന്നതും ഒരുമിച്ചാണ്. ഹൃദയത്തിൽ കുത്തുകൊണ്ട് ഒരുവൻ മാനസാന്തരപ്പെട്ട് ഈ കർത്താവിനെ എനിക്ക് വേണം ഇത്രയും പറഞ്ഞാൽ മതി. അല്ലാതെ നമ്മൾ പറയുന്ന പോലെ മീറ്റിങ്ങുകളിൽ ഞാൻ പറയുന്നത് ഏറ്റു പറയാൻ അത് ഓക്കെ, ജസ്റ്റ് യു ആർ ഹെൽപ്പിംഗ് പീപ്പിൾ, അല്ലാതെ ചൊല്ലി കൊടുക്കുക. പക്ഷെങ്കിൽ അതൊന്നും ഇല്ലാതെ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടാം. എങ്ങനെ? ഹൃദയം കൊണ്ട് വചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവം അവനോട് ഇടപെടുമ്പോൾ അവന് ഹൃദയത്തിൽ കുറ്റമുണ്ട്, മാനസാന്തരപ്പെട്ടിട്ട് കർത്താവേ ഞാൻ പാപിയ, എനിക്ക് നിന്നെ വേണം എന്ന് വാഗൊണ്ടൊന്നും പറഞ്ഞില്ല, മനസ്സിൽ അവനിങ്ങനെ കരയുക, അല്ലെങ്കിൽ ആ പാപബോധത്തിൽ കരയുക. ഹി ഗോട്ട് സേവ്. ആ സമയത്ത് പരിശുദ്ധാത്മാവ് അവൻ പ്രാപിക്കാം. പക്ഷെങ്കിൽ ചിലരുടെ ജീവിതത്തിൽ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ആ ഇൻഫില്ലിങ് വരുന്നത്. പക്ഷെങ്കിൽ ആസ് എ പേഴ്സൺ ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഹോളി സ്പിരിറ്റ് കംസ്. അത് ചിലപ്പോൾ അന്യഭാഷ പറഞ്ഞെന്ന് വരത്തില്ല, അവിടെ വലിയ അടയാളങ്ങളൊന്നും ഉണ്ടായെന്ന് വരത്തില്ല. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്ന് വസിക്കാൻ തുടങ്ങി എന്ന് നമ്മൾ വിശ്വസിക്കണം. പിന്നെ അത് ക്രിയ ചെയ്യാൻ തുടങ്ങും. പിന്നെ ഈ ഇൻഫില്ലിങ്ങും അനോയിന്റിങ്ങും വേറൊരു ലെവലിലേക്ക് നമ്മൾ പോവുകയാണ്. പക്ഷെങ്കിൽ ഈ രക്ഷിക്കപ്പെടുന്ന ഏത് വ്യക്തിക്കും പരിശുദ്ധാത്മാവിനെ ദൈവം ദാനമായി കൊടുക്കും. അത് വരുന്നത് എന്താണ്? യേശു പറയുന്നുണ്ട്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയാൽ പിതാവിനോട് ചോദിച്ചിട്ട് ഒരു കാര്യസ്ഥനെ, മലയാളത്തിൽ കാര്യസ്ഥൻ എന്നാണ്, ഇംഗ്ലീഷിൽ ഹെൽപ്പർ. വാട്ട് ഈസ് ഹി ഗോയിങ് ടു ഹെൽപ്പ് യു വിത്ത്? ഏത് കാര്യത്തിലാണ് ഹെൽപ്പ് ചെയ്യാൻ ചെയ്യുന്നത്? എന്താ, നമ്മുടെ ജോലി കാര്യത്തിലാണോ, അതോ കൈയടിക്കാനാണോ, പാട്ടുപാടാനാണോ? നോ, ഇതൊന്നുമല്ല. എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ അയക്കുന്നത്. എല്ലാം ആത്യന്തികമായി നമ്മൾ ജീവിച്ചു വന്ന ലൈഫ് സ്റ്റൈലിൽ നിന്ന് വ്യത്യസ്തമായി പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് നമ്മളത് മറിച്ച് അത് അതിനകത്ത് തിരുത്തണമെങ്കിൽ തിരുത്തിക്കൊണ്ട് നല്ലൊരു ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം നയിക്കാൻ വേണ്ടി ചോദിക്കും. സോ ഇന്നും ഞാൻ വിശ്വസിക്കുന്നത്, ദോസ് ഹു ആർ ലിസ്ണിംഗ് ടു ഇറ്റ്, ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു വൺ തിങ് ദാറ്റ് when as you are believer, whatever decision you take, ask God first. Yes. Ask Holy Spirit, what should I do? അത് നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മൾ ക്രിസ്ത്യൻ ലൈഫിൽ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവത്തോട് നമ്മൾ ചോദിക്കുക, പരിശുദ്ധാത്മാവെ കീഴ്പ്പെടുക. ആ ഒരു അനുസരണം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ദൈവം നമുക്ക് വീണ്ടും പരിശുദ്ധാത്മാവിനെ അധികമായിട്ട് പകരും. ആ ഒരു ഇൻഫില്ലിങ് നമ്മൾ വീണ്ടും പ്രാപിച്ചുകൊണ്ടിരിക്കും, ഇല്ലേ? ആ ഒരു പറഞ്ഞാലും വചനം പറയുന്നത് മുട്ടോണമല്ല അരയോണം പോരാ, നീന്തിത്തല്ലാത്ത ഒരു അതൊക്കെ ഒരു മെറ്റഫേഴ്സാണ്. പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ വെള്ളത്തോട് ഉപമിച്ചിട്ടുണ്ട്, കാറ്റിനോട് ഉപമിച്ചിട്ടുണ്ട്, പ്രാവിനോട് ഉപമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വേണ്ടി ചെയ്ത. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു കൺട്രോളിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വില്ലിങ്ലി കൊടുക്കുന്ന കൺട്രോൾ. പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പിടിച്ചെടുക്കത്തില്ല. സോ ഇപ്പോൾ നമ്മളൊരു കാർ ഓടിച്ച് പോവുക, നമ്മൾ ഒറ്റയ്ക്ക് ഒരു യാത്ര പോവുക, കാർ ഓടിച്ച് പോകുമ്പോൾ വഴിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് കൈ കാണിക്കുന്നു എന്ന് കഴിച്ചു. പരിശുദ്ധാത്മാവ് കൈ കാണിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ അപ്പുറത്ത് ഡ്രൈവർ സീറ്റിൽ പരിശുദ്ധാത്മാവിനെ ഇരുത്താം. ഓക്കെ, പരിശുദ്ധാത്മാവ് ചിലപ്പോൾ ഇരിക്കും. സോ എൻജോയ് ദ റൈഡ്. പക്ഷേ ഹി വിൽ ബി സൈലൻറ്റ്, ഹി വിൽ നോട്ട് ബി ഡൂയിങ് എനിത്തിങ്. നമ്മളാണ് സ്റ്റിൽ ഡിസൈഡ് ചെയ്യുന്നത് എവിടെ പോകണമെന്നും ഏത് റൈറ്റ് എടുക്കണോ ലെഫ്റ്റ് എടുക്കണോ എന്നൊക്കെ. പക്ഷേങ്കിൽ പരിശുദ്ധാത്മാവാണെന്ന് നമ്മൾ ബോധ്യം വരുമ്പോൾ നമ്മൾ വണ്ടി നിർത്തുകയല്ല, ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ അപ്പുറത്ത് പോയിരുന്നിട്ട് പരിശുദ്ധാത്മാവിനോട് പറയുക, ഹോളി സ്പിരിറ്റ് യു ഗൈഡ് മീ ബിക്കോസ് യു നോ എവറിത്തിങ്, യു ആർ മൈ ഹെൽപ്പർ. എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. അതാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെ നമ്മളൊരു വെറും ശക്തിയായിട്ട് സകലവും അറിയുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവ്. ഞാനിങ്ങനെ പറയാണ്ട്, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആ ആത്മാവാണ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത്. The same spirit that raised Jesus from the dead, the same spirit that helped Jesus to live a holy life, the same spirit that helped
ജീസസ് ആൻഡ് ദ ഫാദർ ടു കമ്മ്യൂണിക്കേറ്റ്. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലും പരിശുദ്ധാത്മാവാണ് സഹായിച്ചത്. അപ്പം ആ പരിശുദ്ധാത്മാവിന് എല്ലാം അറിയാം. പിതാവ് എല്ലാം അറിയുന്നത് പോലെ, യേശു എല്ലാം അറിയുന്നത് പോലെ, നാളെ എന്താ നടക്കാൻ പോകുന്നത്, എന്നാണ് ഈ ലോകം അവസാനിക്കാൻ പോകുന്നത്, നമ്മുടെ ലൈഫിൻ്റെ അവസാനം എന്നാ, ഇതെല്ലാം ആർക്കറിയാം? പരിശുദ്ധാത്മാവിനും അറിയാം. അങ്ങനെ നമ്മൾ വിശ്വസിക്കണം. അല്ലാതെ പരിശുദ്ധാത്മ അങ്ങനെയാണെങ്കിൽ വൈ ഡോണ്ട് ഐ ഗിവ് മൈ ലൈഫ് ഫുള്ളി എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യം വരുമ്പോൾ മാത്രമല്ല, കർത്താവേ നിനക്കെല്ലാം അറിയാമല്ലോ, അതുകൊണ്ട് ഐ വോണ്ട് ദ ബെസ്റ്റ് ഫോർ മൈ ലൈഫ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ആകണമെങ്കിൽ നീ എന്നെ ഗൈഡ് ചെയ്തോ. സോ യു കം ഇൻ ദ ഡ്രൈവർ സീറ്റ്, ഐ വിൽ സിറ്റ് ദർ, വി വിൽ കണ്ടിന്യൂ. അപ്പോൾ ദൈവം പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് പിടിച്ചു വാങ്ങിക്കത്തില്ല. എനിക്ക് ഡ്രൈവർ സീറ്റ് താന്ന് പറയത്തില്ല. വി ഹാവ് ടു, ദിസ് ഈസ് എ വെരി ജെൻറ്റിൽ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത്, ഡോൺ ക്വെൻച്ച് ദ സ്പിരിറ്റ്, അല്ലെങ്കിൽ ഡോൺ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നൊക്കെ പറയുന്നത്. കാരണം ഇത് വെരി ജെൻറ്റിൽ സ്പിരിറ്റ്. ഹി ഡസൻ ടേക്ക് ഓവർ, ഹി ഡസൻ, നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച്. അപ്പോൾ ഈ ഇൻഫില്ലിങ്ങും മുട്ടോളമല്ല അരയോളമല്ല, എത്രത്തോളം നമ്മളെ തന്നെ വീണ്ടും വിട്ടുകൊടുക്കുമോ അത്രത്തോളം പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യും. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം, ഒരു എന്താ പറഞ്ഞ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ, ഞാൻ ചിൽഡ്രൻസ് മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ക്യാമ്പിൽ പോയ ഒരു അനുഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ പാസ്റ്ററുടെ ഒരു തോട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യാമ്പിൽ ഞങ്ങൾ പോയ, ഞാനും എൻ്റെ ഒരു റിസോഴ്സ് പേഴ്സണും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സോ ഈ 3 ദിവസത്തെ ക്യാമ്പായിരുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ സെഷൻ അല്ലെങ്കിൽ ആ ഒരു മേഖലയിലാണ് നോക്കുന്നത്. സോ ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ സെഷൻസ് ഇല്ല. അപ്പം ഞങ്ങൾക്ക് ആസ് എ റിസോഴ്സ് പേഴ്സൺ ഞങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള റൂംസിൽ അലോട്ട് ചെയ്ത റൂംസിൽ ഞങ്ങൾ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ആ സെയിം ടൈമിൽ തന്നെ യൂത്ത്സിന് വേണ്ടി അവിടെ ടാരി മീറ്റിംഗ്, നോർമലി നമ്മളുടെ ക്യാമ്പിലൊക്കെ ടാരി മീറ്റിങ്സ് വെക്കാറുണ്ട്. അപ്പോൾ ഈ ടാരി മീറ്റിങ്സിൽ പറഞ്ഞാൽ ക്യാമ്പിൻ്റെ 2ാമത്തെ ദിവസം അല്ലെങ്കിൽ ക്യാമ്പിൻ്റെ ഫസ്റ്റ് ഡേ നൈറ്റ് ആയിരിക്കും ഇത് വെക്കുന്നത്. നോർമലി എല്ലാ ടാരി മീറ്റിങ്സ് വെക്കുന്നത്. പക്ഷെ അന്ന് ഈ ടാരി മീറ്റിംഗ് നടന്നു കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ അതിൻ്റെ ലീഡർഷിപ്പ്, അതിൻ്റെ ഈ ഞാൻ പ്രസ്ഥാനത്തിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാലും ആ പ്രസ്ഥാനത്തിൻ്റെ ലീഡറുമായി ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ലീഡർ എന്നോട് ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയുണ്ട്. ഇന്ന് കഴിഞ്ഞ രാത്രി ഇതുണ്ടായിരുന്നു, ടാരി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു, ബ്ലെസ്ഡ് ആയിരുന്നു, എല്ലാം നന്നായിട്ട് പോയോ ഞാൻ ഇങ്ങനെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പാസ്റ്റർ എന്നോട് പറഞ്ഞു, ടാരി മീറ്റിംഗ് ഒക്കെ നല്ലതായിരുന്നു, പക്ഷേ ഈ യൂത്ത്സ് എല്ലാവരും മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോകുന്നില്ല. 1 മണിയായി 2 മണിയായി മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്നത്. അപ്പം ഞാൻ അത്രയും വിടുതലായിരുന്നു ഞാൻ ചോദിച്ചു. നമ്മൾ നോർമൽ ടോക്ക് പോലെയുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, അതിനൊന്നും ഇല്ലായിരുന്നു, യൂത്ത്സ് എല്ലാവരും നിൽക്കുന്നത് ഈ പ്രവചനം കേൾക്കാൻ വേണ്ടി നിൽക്കുക. ഇത് പിള്ളേർ പോകുന്നുമില്ല, കാരണം യങ്സ്റ്റേഴ്സ് പോകുന്നത്. അവർ ടാരി മീറ്റിങ്ങിന് വേണ്ടി അല്ല വന്നത്. അവർ പ്രവചനം കേൾക്കാൻ വേണ്ടിയാണ് വന്നത്. പറഞ്ഞാൽ ദേ ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദാറ്റ് ഇങ്ങനത്തെ ഒരു സെഷൻ ഞങ്ങൾക്ക് വേണ്ടി വെച്ചത് ഇതിനെപ്പറ്റി പറയാനും അല്ലെങ്കിൽ ടാരി മീറ്റിംഗ് വെക്കാനും അല്ലെങ്കിൽ എന്തിനാണ് ഈ കാത്തിരിപ്പ് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ദാറ്റ് ബോതേർഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ ലീഡറാണ് എന്നോട് ഈ കാര്യം പറയുന്നത്. അപ്പം ഞാൻ അദ്ദേഹം വളരെ ആത്മഭാരത്തോടെയാണ് പറയുന്നത് ആ പറഞ്ഞ കാര്യം. സോ ഇപ്പോഴത്തെ ജനറേഷൻ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും പോലും ദേ ഡോണ്ട് വോണ്ട് ദ ഗൈഡൻസ്. മീൻസ് പറഞ്ഞാൽ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള കാര്യം പോലെ വരികയാണ്, പെട്ടെന്ന് കിട്ടുന്ന പോലെയാണ്. ഇപ്പം എനിക്കിപ്പോൾ തന്നെ പറ, അല്ലെങ്കിൽ ഇപ്പം തന്നെ എന്താണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഇപ്പം പറ, ഞാൻ എന്താണ് ഭാവിയിലാകുന്നത്. എല്ലാവരും കേൾക്കുന്നത് പോസിറ്റീവാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഞാൻ എന്താ പറയുക, ഞാൻ പറഞ്ഞാൽ പുറത്ത് പോകണം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നല്ല ഇതാണ് എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹിക്കുക, ഈ യങ്സ്റ്റേഴ്സും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെ. അപ്പോൾ ഫസ്റ്റ് പറയുന്ന ഒരു കാര്യം തന്നെ, ടാരി മീറ്റിംഗ് വാസ് ഫൈൻ, ബട്ട് majority of the youngsters were going to the preacher and asking about to prophesy. So prophecy in the sense അവർക്ക് to know the future. Yes. അതാണ് ഞാൻ ഇത് സിബിൻ പറഞ്ഞപ്പോൾ ഒരുപാട് കാര്യം എൻ്റെ മനസ്സിൽ വന്നു. സോ ഐ ഡോണ്ട് നോ ഹൗ വി ക്യാൻ പുട്ട് ഇറ്റ് കൺസൈസ്ലി. ഞാൻ പരിശുദ്ധാത്മാവിനെ ഈ പ്രവചനം കേട്ട കാര്യം പറയുമ്പോൾ, ഞാൻ ചെറുപ്പത്തിൽ
എൻ്റെ അമ്മ, നമ്മുടെയൊക്കെ പാരൻസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം ഈ പ്രവചനം കേൾക്കാനുള്ള കാര്യം. യൂത്ത്സിൻ്റെ അകത്ത് എവിടുന്നാണ് വന്നത്? നമ്മുടെ പാരൻസിൽ നിന്നാണ് വന്നത്. അപ്പോൾ എൻ്റെ മദറിനും ഒരു കാലത്ത്, ഇപ്പം ഇല്ല, ഒരു കാലത്ത് പ്രവചനം കേൾക്കാൻ അപ്പം പ്രവാചകന്മാരുടെ അടുത്ത് പോകും. അപ്പം ഞങ്ങളുടെ വീട്ടിനടുത്തൊരു ഒരു സഹോദരി ഉണ്ടായിരുന്നു. പ്രവചനം പറയാം. അവരുടെ വീട്ടിലെല്ലാം എനിക്കൊന്ന് ബുധനാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ പറയാം. അപ്പം അവിടെ എല്ലാവരും വരും, പ്രാർത്ഥിക്കാൻ വരും. പ്രവചനം മാത്രമല്ല, അവർ പ്രാർത്ഥിക്കും, പലരുടെയും കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം ഇതൊരു 10-25-30 വർഷത്തെ പുറകിലത്തെ കാര്യമാണ് പറയുന്നത്. ഞാൻ ചെറിയൊരു റൂമാണ്, മമ്മിയും കൊണ്ട് ഞാനും പോയി. അപ്പോൾ ഞാനും കയറിയിരുന്നു. ആദ്യത്തെ പ്രാർത്ഥനയല്ലോ, ഓക്കെ, യു സിറ്റ്. അപ്പോൾ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ പ്രവചനം പുള്ളിക്കാരി പറയുമെന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് കേൾക്കണമെങ്കിൽ യു സ്റ്റാർട്ട് പ്രേയിങ്. വെൻ യു സ്റ്റാർട്ട് പ്രേയിങ് മേ ബി ഉടനെ തന്നെ പുള്ളിക്കാരി പ്രവചനം പറയാം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പ്രവചനം പറയാൻ തുടങ്ങും. അപ്പം ഞാനും ഇങ്ങനെ പലരും പ്രാർത്ഥിച്ചു, പലരോടും പ്രവചനം പറഞ്ഞു. ഞാനും പ്രവചനം പറയാൻ തുടങ്ങി. ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരി പറഞ്ഞു. പക്ഷെങ്കിൽ ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു പ്രവചനമുണ്ട്. അത് പ്രവചനമാണോ സത്യമാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പുള്ളിക്കാരി പറഞ്ഞു, ഇടിവെട്ട്, നാട്ടിലൊക്കെ പറയത്തില്ല, ഇടിവെട്ടെന്ന് പോലെ ഒരു പ്രവചനം, ഒരു അന്യഭാഷയും പറഞ്ഞു, നീ ഒരു രക്തസാക്ഷിയാവും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി നീ അങ്ങനെയൊക്കെ പ്രവചനം പറയാതെ, അത് എൻ്റെ അമ്മയും ഇരിക്കുന്നുണ്ടെന്ന് ഓർക്കണം. ഒരമ്മയുടെ മുമ്പിൽ വെച്ച് മോനോട് പ്രവചനം പറയുക, അങ്ങനെയുള്ള പ്രവചനം എത്ര പേര് കേൾക്കാൻ ആഗ്രഹിക്കും? നിന്നെ മഞ്ഞ് പെയ്യുന്ന രാജ്യത്തയക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരും കേട്ടിട്ടുണ്ട്. സോ എനിവേ, അത് തെറ്റോ ശരിയോ ഐ ഡോണ്ട് നോ. ഞാൻ പ്രവചനത്തെ തുച്ഛീകരിക്കുന്നില്ല. ഞാൻ ഇത്രേ പറയുന്നു, കർത്താവ് നിൻ്റെ ഇത് നടക്കും, അല്ലാതെ ഞാൻ പ്രവചനത്തിൻ്റെ പുറകെ പോകത്തില്ല. നീ എന്നെ കേൾക്കും. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രവാചകന്മാരെ തേടി പോകത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളോടൊരു പ്രവചനം പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അവരുടെ പുറകെ നമ്മുടെ ഈ കേരളത്തിൽ കാണുന്ന പോലെ അങ്ങനെ അതൊരു ബാഡ് ട്രെൻഡാണ്. അതുകൊണ്ടാണ് ഈ പിള്ളേർക്കും ഇത് കിട്ടിയേക്കുന്നത്. അതിനകത്തുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫുഡ് പോലെ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്നത് ഡെയിലി ലിവിങ്ങിൽ നമ്മൾ ദൈവമായിട്ട് ചേർന്ന് നടക്കണം. അതിനാണ് ഈ പരിശുദ്ധാത്മാവ് തന്നെ. ഒരു സെക്കൻഡ് പോലും നമ്മൾ ദൈവത്തെ പിരിഞ്ഞ് ജീവിക്കാൻ പറ്റും. പക്ഷേ ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ ഈ പ്രവചനത്തിൻ്റെ പ്രശ്നം, എനിക്ക് കിട്ടി, പ്രവചനം കിട്ടി, ദൈവം എന്നോട് പറഞ്ഞു അടുത്ത 6 മാസത്തിനുള്ളിൽ, പിന്നെ ഇനി ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ അതിനുവേണ്ടി എല്ലാം, അങ്ങനെയല്ല. 6 മാസത്തിനുള്ളിൽ പോകാതിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാതിരിക്കും. പക്ഷേ ഈ 6 മാസത്തെന്ന് പറയുമ്പോൾ എത്രയും ദിവസം നീ തന്നെയാണോ ജീവിക്കാൻ പോകുന്നത്? യു ഹാവ് ടു സ്റ്റിൽ submit to the leadership of the Holy Spirit. And no, ഞാനിങ്ങനെ എൻ്റെ ലൈഫിൽ ഞാനൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ജനറലി ഒരു അനുഭവങ്ങൾ പറയാം. നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല കാര്യം കേൾക്കാം. 100 കണക്കിന് അവസരങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞത് തെറ്റാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നീ പറയാൻ പാടില്ലായിരുന്നു. ചിലപ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞ കാര്യമായിരിക്കും, എൻ്റെ മക്കളോട് പറഞ്ഞ കാര്യമായിരിക്കും. ഉടനെ ഒരു കുറ്റബോധം. പരിശോധന പറഞ്ഞു, നോ, ദാറ്റ് ഈസ് നോട്ട് ദ വേ യു സേ. എന്നിട്ട് പറയും സോറി പറയാൻ പറയും. ആൻഡ് ഐ ഹാവ് ടു സേ. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ കറക്റ്റ് ചെയ്യത്തില്ല, പിന്നെ അത് കയ്പായിട്ട് മാറും. പിന്നെ നമുക്ക് വി വിൽ നോട്ട് സ്ലോലി ആ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുന്നതിൻ്റെ ആ വോളിയം ഡിക്രീസ് ആയി. ദ മോർ വി ഒബേ, ദ മോർ ക്ലിയർലി യു ക്യാൻ ഹിയർ. ഇപ്പം നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വോയിസിനെ കേൾക്കാം. ആ ഒരു കപ്പാസിറ്റിയാണ് ദൈവം കാരണം ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഒരാൾ മുറി കയറിയിരുന്ന് എപ്പോഴും കർത്താവേ പരിശുദ്ധാത്മാവ് എന്തോ ബിക്കോസ് അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. യു ഹാവ് ടു വർക്ക്. ഹോസ്പിറ്റലിൽ പോകണം, അവിടെ നേഴ്സായിട്ടോ അല്ലെങ്കിൽ ഡോക്ടറായിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ എൻജിനീയേഴ്സ് ഉണ്ട്. നിങ്ങളുടെ സൈറ്റിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കേൾക്കും, നിങ്ങളുടെ വാർഡിൽ നിങ്ങൾ പരിശുദ്ധാത്മാവ്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഗ്രോ ചെയ്യണം. അതിന് നമ്മൾ ഒന്ന് അണ്ടർസ്റ്റാൻഡിങ് വേണം. ഹൂ ഈസ് ദ ഹോളി സ്പിരിറ്റ് എന്നുള്ള പവർ. ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ പവർ. പവറുണ്ട്, അത്യന്ത ശക്തിയാണ്, എല്ലാം ഉണ്ട്, ഞാൻ സമ്മതിച്ചു. പക്ഷേ അതൊരു പേഴ്സണാണ്. നമ്മളെ ഗൈഡ് ചെയ്യാൻ, ലീഡ് ചെയ്യാൻ, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ദൈവം അയച്ച ഒരു കാര്യസ്ഥാനം. അങ്ങനെ കണ്ട് നമ്മൾ ആ ലൈഫിൽ ജീവിക്കുമ്പോഴാണ് ഇറ്റ്സ് വെരി സ്വീറ്റ് ഹോളി സ്പിരിറ്റിൻ്റെ ഗൈഡൻസിൽ പോകാമെന്ന് പറഞ്ഞാൽ. അവിടെയാണ് നമുക്ക് ജയം വേദ. ക്രിസ്ത്യൻ ലൈഫിൽ നമുക്ക് ജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. താങ്ക് യു പാസ്റ്റർ. ആ ഒരു കാര്യം എനിക്ക് തോന്നുന്നു അത്
നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ പല അനുഭവങ്ങൾ ഇതിനകത്തുണ്ട്. ബട്ട് സംഹൗ ഐ ബിലീവ് ഈ നമ്മുടെ ചില ചോദ്യങ്ങളുടെ ഉള്ള ഒരു ഉത്തരമായിട്ട് അത് മീൻസ് അത് ഒരു പോസിറ്റീവായിട്ട് ഞാനത് മനസ്സിലാക്കുന്നു. താങ്ക് യു പാസ്റ്റർ ഫോർ ദാറ്റ് ആൻസർ. നേരത്തെ നമ്മൾ പറഞ്ഞ ടാരി മീറ്റിങ്ങിനെ പറ്റി ഞാൻ അന്നേരം എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ ആഗ്രഹിക്കും. ഞാൻ ഈ യൂത്ത് ക്യാമ്പിലും അല്ലെങ്കിൽ യൂത്ത് സെഷൻസൊക്കെ എടുക്കുമ്പോൾ അവിടുത്തെ ലോക്കൽ പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ലീഡേഴ്സ് എന്നോട് വന്ന് പറയാറുണ്ട്, പാസ്റ്റർ സെഷൻ കഴിഞ്ഞിട്ടൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ഒരു ടാരി മീറ്റിംഗ് പോലെ നമുക്ക് കൺക്ലൂഡ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം. ഞാനിങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ നമുക്കൊരു കാര്യത്തിൽ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതിനകത്ത് അതൊരു അർത്ഥമില്ല. ജെനുവിൻ ലവ് ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ദൈവം നമ്മളെ ഒരു കാര്യം ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്നില്ല. നമ്മുടെ മുമ്പിൽ ദൈവം 2 വഴി വെച്ചിട്ടുണ്ട്, ജീവനും മരണവും, നന്മയും തിന്മയും. ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. അത്രയ്ക്ക് ഫ്രീഡമാണ് ദൈവം നമുക്ക്. പിന്നെ നമ്മൾ പിള്ളേരെ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പിടിച്ചിരുത്തി അവരുടെ തലയിൽ കൊണ്ട് കൈ ഇങ്ങനെ പറ എന്ന് പറയുന്ന ചിലപ്പോൾ നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെ കാലത്ത് അതുണ്ടായിരുന്നായിരിക്കാം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് മാറിയെന്നല്ല ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവ് ഇന്നുമുണ്ട്. പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ് മാറിയിട്ടുണ്ട്. കാരണം ജനറേഷൻസ് മാറിയപ്പോൾ അവരുടെ വേ ഓഫ് തിങ്കിങ്, അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ സ്റ്റൈല് വ്യത്യാസം അവർക്കെല്ലാം മനസ്സിലാക്കണം. ആദ്യം they want to know, they want to understand, then they will believe. നമ്മുടെ പാരൻസ് എന്ന് പറഞ്ഞാൽ അത്രയും ഡീപ്പായിട്ട് ചോദ്യം ചോദിക്കുന്നത്, ഒന്നും ചോദ്യം ചോദിക്കാതെ വിശ്വസിക്കുന്ന, ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ഒരു നേച്ചറായിരുന്നു അവരുടെ. കാരണം അതിനി ഈ വേൾഡ് പ്രോഗ്രസ് ചെയ്യും തോറും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കും. ഇന്നത്തെ പോഡ്കാസ്റ്റ് തന്നെ നമ്മൾ പലരുടെയും ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കും. കാരണം ദാറ്റ് ഈസ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആസ് ലീഡേഴ്സ് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്, യൂത്ത് ലീഡേഴ്സ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി. നമുക്ക് അതിനകത്ത് ഒളിച്ചോടാൻ പറ്റത്തില്ല. എന്നും പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ആൻസർ കൊടുക്കില്ല, നമ്മുടെ ലൈഫിൽ നിന്നുള്ള ആൻസറാണ് കൊടുക്കുക. അപ്പോൾ ഈ ഞാനിങ്ങനെ പറയാറുണ്ട്, ടാരി മീറ്റിംഗ് വയ്ക്കുമ്പം നമ്പർ 1 കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവണം. ഗിവ് അറ്റ്ലീസ്റ്റ് എ ബേസിക് ഗുഡ് ടീച്ചിങ് ഓഫ് വാട്ട് ഈസ് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് വന്നാലുള്ള അഡ്വാൻറ്റേജ് എന്താണ്, പ്രവർത്തനം എന്താണ്, ഹോളി സ്പിരിറ്റ് എന്താണ്, എങ്ങനെയാണ് നമ്മുടെ ലൈഫ് മാറാൻ പോകുന്നത് എന്നുള്ള ടീച്ചിങ് കൊടുത്തിട്ട് ദെൻ ഗീവ് ദം ആൻ ഓപ്പർച്യൂണിറ്റി ടു റിസീവ് ദ ഹോളി സ്പിരിറ്റ്. പിന്നെ വേറൊരു ഇതിനകത്ത് ഞാനൊരു ബ്ലോക്കേജ് കാണുന്നുണ്ട്. പീപ്പിൾ ആർ നോട്ട് നോ എന്ന് പറഞ്ഞാൽ എനിക്ക് അത് വേണ്ട. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ പാരൻസ് അല്ലെങ്കിൽ ഇവർ വീട്ടിൽ കാണുന്ന ഫെയ്ത്ത് ലൈഫ് വേറെ ചർച്ച് വേറെ, വീട്ടിൽ വരുമ്പം മാതാപിതാക്കൾ വേറെ, ചർച്ചിൽ വരുമ്പം ഇവർ വേറെ. ഇവർ ചിലപ്പോൾ നമ്മളോടൊന്നും പറയത്തില്ല. കാരണം പാരൻസിനോട് അങ്ങനെ എന്താ പറയുന്നത്, അവർ അങ്ങനെ പറയാനുള്ള അങ്ങനെയുള്ള വീടുകളിൽ ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റി ഇല്ല. പക്ഷെങ്കിൽ ഇവർക്കറിയാം എൻ്റെ അപ്പായും അമ്മയും ചർച്ചിൽ പറയുന്നതല്ല അവർ വീട്ടിൽ, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. നമ്മളത് ചേഞ്ച് ആവാൻ തയ്യാറായില്ലെങ്കിൽ വി വിൽ ലൂസ് ദ നെക്സ്റ്റ് ജനറേഷൻ ഫ്രം ദ ചർച്ച്. അതിന് ഒരു സംശയവുമില്ല. ദാറ്റ് ഈസ് ഗ്യാരണ്ടീഡ്. അത് നമ്മൾ ഓൾറെഡി കാണുന്നുണ്ട്. അത് ഓൾറെഡി നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ജെനുവിൻലി മാതാപിതാക്കൾ ജെനുവിൻലി നിങ്ങളുടെ മക്കൾ കർത്താവിൻ്റെ സന്നിധിയിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റിപ്പൻറ്റ്. അങ്ങനെ വലിയ പാപങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. കൊലപാതകമോ വ്യഭിചാരമോ ഒന്നുമല്ല നിങ്ങൾ ചെയ്യുന്നത്. നമ്പർ 1 കുറവുകൾ നമ്മൾ ഗോസിപ്പ് ചെയ്യും. ദാറ്റ് ഈസ് സിൻ. പറഞ്ഞാൽ നമ്മുടെ കൂട്ട് സഹോദരനെതിരായിട്ട് ഏറ്റവും കൂടുതൽ ഗോസിപ്പ് നടക്കുന്നത് സൺഡേ ആരാധന കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഉണ്ണാന്നിരിക്കും എല്ലാവരും കൂടി ഇരുന്ന്. പിള്ളേരൊന്നും മിണ്ടുന്നില്ല, പക്ഷേ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അത് ദാറ്റ്സ് റോങ്. പിന്നെ സഭയ്ക്കകത്ത് നടക്കുന്ന നമ്മുടെ അടിപിടികൾ, ഡിസ്യൂണിറ്റി, ചർച്ച് പൊളിറ്റിക്സ്, ഇതൊക്കെ ഇവരെ ഒരുപാട് പുട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, ഇവരിതെല്ലാം ചെയ്ത് കാണിക്കണം. അത് അങ്ങനെ ഒരു പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണ്ട. അതിനേക്കാളും നല്ലത് അവർ പറഞ്ഞ AI അതിനേക്കാളും നല്ലത് ഗൂഗിളിനോട് ചോദിച്ചാൽ അത്
അപ്പം Yeah. ദ ബെസ്റ്റ് ആൻസർ തരും. പിന്നെ ഇതിനെ എനിക്ക് ഐ ഡോണ്ട് നീഡ് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ബട്ട് അതല്ല, പരിശുദ്ധാത്മാവ് ദൈവമാണെന്നും ദൈവത്തിൻ്റെ പേഴ്സൺ ആണെന്നും അത് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്നും നാം പറയുകയും ജീവിച്ച് കാണിക്കുകയും ചെയ്യണം. അങ്ങനെ വരുന്ന കുടുംബങ്ങളിൽ, സഭകളിൽ ടാരി മീറ്റിംഗ് ഇറ്റ് വിൽ ബി greater impact. ഗ്രേറ്റ് റിവൈവൽ ഉണ്ടാക്കും. ഈ ടാരി മീറ്റിംഗ് വെച്ചില്ലെങ്കിലും പിള്ളേർ അതെ ആത്മാവിൽ നിറയും. നിറയപ്പെടും. അതാണ് നമുക്ക് വേണ്ടുന്നത്. സോ ദാറ്റ് ഈസ് സംതിങ് ഐ വോണ്ട് ടെൽ ഓൾ ദ ക്രിസ്ത്യൻ ലീഡേഴ്സ്, പാസ്റ്റേഴ്സ്, പ്ലീസ് ഇഫ് യു ജെനുവിൻലി വോണ്ട്. എന്നോട് ഈ UK വന്നപ്പം പല പാസ്റ്റേഴ്സും പറയും, പാസ്റ്ററെ പിള്ളേരുടെ കാര്യം ഓർത്തിട്ട് ഭയങ്കര വിഷമോ, ചിലരൊക്കെ പറയും തിരിച്ച് നാട്ടിൽ പോയാലോ എന്ന്. ഞാൻ അങ്ങനെ നോ, ഇഫ് യു തിങ്ക് ദറ്റ് ഗോഡ് ബ്രോട്ട് യു ഹിയർ, ഈ കൾച്ചറിൽ നിങ്ങളുടെ പിള്ളേരെ ബൈബിൾ പ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ വളർത്താനുള്ള ജ്ഞാനം നിങ്ങൾക്ക് ദൈവം തരും. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഫാദർ ആൻഡ് മദർ ഹാസ് ടു സബ്മിറ്റ് ടു ദ ലീഡർഷിപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആ പരിശുദ്ധാത്മ നിങ്ങളോട് പറയും ഹൗ ടു ടീച്ച് യുവർ ചിൽഡ്രൻ. നമുക്ക് അല്ല, ഒളിച്ചോട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങൾ UK വന്നത് ദൈവഹിതപ്രകാരം അല്ലെങ്കിൽ തിരിച്ചു പോകണം, അത് ഞാൻ പറയും. അല്ല, ദൈവമാണ് നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ജ്ഞാനവും കൃപയും ദൈവം നിങ്ങൾക്ക് തരും. പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ എല്ലാ രാജ്യത്തും അതിൻ്റേതായ അന്ധകാര ശക്തികളുണ്ട്. ആ ശക്തി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇവരെ കവർ ചെയ്യണം. ഇഫ് യു ആർ ജെനുവിൻ, ഗോഡ് വിൽ ഹെൽപ്പ് യു ടു റേസ് ദ നെക്സ്റ്റ് ജനറേഷൻ ഈ രാജ്യത്ത്. അതാണ് ഒരു റീസൺ. Definitely.